ശ്രേയപ്പെണ്ണേ നൈസ് സോങ് ഡാ, സൂപ്പർ സെലക്ഷൻ. മോളെ ഇത് പാടിയത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ശരിക്കും പറഞ്ഞാല് ശ്രേയയുടെ വോയിസ് ഇതിനകത്ത് നല്ല സുന്ദരമായിട്ട് പോയി. താങ്ക് യു ചേച്ചി. ആദ്യം മുതൽ അവസാനം വരെ നല്ല. ആദ്യമൊക്കെ ഇടയിൽ ഒരു ശബ്ദം അടഞ്ഞു പോയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാള് മുന്നേ. ഇപ്പൊ അതൊക്കെ മാറി നല്ല ഓപ്പണായി മനോഹരമായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും ഫാന്റാസ്റ്റിക് ആയിട്ട് വായിച്ചു. എല്ലാരും ഗംഭീരം. അതുപോലെ മോളെ സൂപ്പർ കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. MG സർ, ഓർക്കസ്ട്ര ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, പറയാതിരിക്കാൻ പറ്റില്ല. എടുത്തു പറയേണ്ടത് അനുപല്ലവിലും ചരണത്തിലും ഉള്ള നമ്മുടെ രാജേഷിന്റെ ഫ്ലൂട്ട്. മനോഹരം, അതിമനോഹരം, ബ്ലെൻഡഡ് സോ വെൽ, ബ്യൂട്ടിഫുൾ. ശ്രേയ പാടിയത് ഈ വരികൾക്ക്
ചേർന്ന ഇമോഷനോട് കൂടിയാണ് ശ്രേയ പാടിയിരിക്കുന്നത്. പടത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ഷീല വളരെ ദുഃഖിതയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പാട്ട് വരുന്നത്. പക്ഷേ ജയേട്ടൻ പാടിയിരിക്കുന്ന വളരെ പ്ലെയിനായിട്ടാണ് പാടിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ടുകൾ നടക്കുമ്പോൾ ഇതിൻ്റെ കമ്പോസിങ്ങും ബാക്കിയുള്ള കാര്യം നടക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു മദ്രാസിൽ. ഞാൻ അന്ന് വളരെ ചെറുതാണ്. അത് എടുത്തു പറയാൻ കാര്യം ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശോഭന പരമേശ്വരൻ നായർ. അദ്ദേഹം എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഒരു പാട്ട് അവിടെ വന്ന് പാടണം എൻ്റെ പടത്തിൽ നിന്ന്. അങ്ങനെ ചേട്ടൻ മദ്രാസിൽ പോയപ്പോൾ ഞാനും ചിങ്കിടിയായിട്ട് പോയിട്ടാണ് ഇതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായത്. ചേട്ടൻ ഇതുപോലെ കൂടുതൽ വികാരം കൊടുത്തപ്പോൾ അതിൻ്റെ ഡയറക്ടറും ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു, ഭാവമൊക്കെ ഷീല കൊടുത്തോളും, പാട്ട് മാത്രം വളരെ പ്ലെയിനായിട്ട് പാടിയാൽ മതി, നല്ല സുഖമായിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഒരു സംഭവം. പക്ഷെ ഇന്ന് മോള് പാടിയ കുറച്ച് വികാരം കൂടിപ്പോയോ എന്ന് എനിക്ക് പാട്ട് അസലായിട്ട് പാടി, ഇതെല്ലാം ഏടിയത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ ഈ ഒരു തേങ്ങൽ, ഒരു ഗദ്ഗതം അതിനകത്ത് കയറി വന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ യാത്രയായി കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ വേറെ സീരിയസ് ആയിട്ട് യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ശ്രുതിയുടെ ഒരിതും പിന്നെ കുറച്ച് എന്താണ് തേങ്ങൽ കൂടിപ്പോയോ എന്നെനിക്ക് സംശയം. ആണോ? ആയിരുന്നു, വക്കിലായിരുന്നു, ബ്രിമ്മിലായിരുന്നു. ഞാനിവിടെ കുറച്ചുകൂടെ കഴിഞ്ഞ് കരിമുകിൽ ഇങ്ങനെ ആയി പോയേനെ. അതൊന്ന് പ്ലെയിൻ ആയിട്ടൊന്ന് പാടാൻ പറ്റും. ചിരിച്ചോണ്ട് അവിടെ ഉണ്ട് മോളെ. രജനി തൻ രജനി തൻ കനകാംബരങ്ങൾ വാടി കടത്തു വള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. അത് മതി, സന്തോഷമായി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ശ്രേയ, ആ സർ, മനോഹരമായിട്ടുള്ള പാട്ട്, വണ്ടർഫുൾ പാട്ട്. പിന്നെ എനിക്ക് ആ കനകാംബരം പാടിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് നന്നായിട്ട് പാടിയ കനകാംബരങ്ങൾ കരയിൽ നീ മാത്രമായി, കരയിൽ നീ മാത്രമായി. ഇങ്ങനെ പാടുമ്പോ മറ്റേത് മുഴുവൻ കിടന്നിട്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ രസിച്ച ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇനി എന്ന് കാണും നമ്മൾ, അത് എഫ് ആണ്. പിന്നെ അത് എ ഫ്ലാറ്റ് ആണ് അടുത്തത്, റിപ്പീറ്റിൽ വരുന്നത്. ആ ഒരു വ്യത്യാസം ആ ഫ്ലൂട്ട് രണ്ടിലും ഉണ്ട്. അത് നമുക്കൊന്ന് കേൾക്കണം. വാ, വണ്ടർഫുൾ. വേണ്ട, അതില്ലാതെ ചക്രവാള നിന്റെ പ്ലെയിൻ ആയിട്ട് നോടി. അല്ല, ഗൽഗതം അത് പാടിക്കോ. പക്ഷെ കരയരുത്. അത് ഇങ്ങനെ മുഖമാവുന്ന എന്തിനാ? എല്ലാം എന്തൊക്കെയാണ് ശ്രേയക്ക് മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. ഒരവസ്ഥം പറ്റി പറഞ്ഞു പോയത്, ക്ഷമിക്കണം നീ എന്നോട് കേട്ടോ. അപ്പൊ രാജേഷേ, ബ്യൂട്ടിഫുൾ ആണ്. കാര്യം ഇത് കമ്പോസ് ചെയ്ത രാഘവ മാഷിന് എന്താ പറയണ്ട ഒരു പ്രണാമം. ഓക്കെ, ഷാനിക. ശ്രേയ ഉഗ്രനായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. പിന്നെ ഈ ഇവര് പറഞ്ഞ പോലെ കുറച്ചൊരു ഫ്ലാറ്റ് ഫീലിംഗ് ആവാമായിരുന്നു എന്നുള്ളതാണല്ലോ ഇവർ പറഞ്ഞത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് അല്ല, ഇത്രയും ഇമോഷൻ താമസിക്കുന്ന ഫ്ലാറ്റ് ആലോചിച്ചത്. റിയലി ശ്രേയ അല്ല സർ, അല്ല, ഞാൻ പിച്ചിന്റെ കാര്യമാണ്. അതിനെ പറ്റിയിട്ടുമല്ല. മീൻസ് ഇത്ര ഫീലിംഗിന് ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരെല്ലാരും പറഞ്ഞത്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെക്കാം കേട്ടോ. ദാറ്റ്സ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. I am giving you 9.3 marks. താങ്ക് യു സർ.
ഓക്കെ ശരത് സർ. ശ്രേയ ആ സർ 9.3 മാർക്ക്. താങ്ക് യു സർ. ശ്രേയയുടെ മാർക്സ് താങ്ക് യു ചേച്ചി. ഓക്കെ സോ ടോട്ടൽ 18.6. താങ്ക് യു ചേച്ചി. ഓക്കെ ഓൾ ദി ബെസ്റ്റ്.